ലൈവ് ന്യൂസ് പുതുക്കാട്. കൃഷിക്ക് ഉണക്കത്തിലായി തുടങ്ങി. കാരണം വെച്ചാൽ വെള്ളം കിട്ടാണ്ട് ചിറ കെട്ടാത്തത് കൊണ്ട് തോട്ട് പോകാൻ ചിറ 120ഓളം കർഷകർ സമിതിയിൽ അംഗങ്ങളുണ്ട്. യാതൊരു വക നടപടികളും ഇത് വേഗത്തിലാക്കാനുള്ള ഒരു നടപടികളും ചെയ്യാത്തതിൻ്റെ ഭാഗമായി അതിന് വെള്ളം ഇപ്പോൾ ഇല്ലാത്ത മൂലം അതൊരു ഉണങ്ങി അതൊരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത പ്രശ്നമായ കുടിവെള്ളവും അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായ വെള്ളവും നമുക്ക് ലഭിക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ 3 മാസക്കാലത്തോളമായിട്ട് വെള്ളം ലഭിക്കാതെ അവരുടെ കൃഷിയിടങ്ങൾ നശിക്കുകയും. ലൈവ് ന്യൂസ് പുതുക്കാട്. എൻ്റെ പേര് വെട്ടിയാട്ടി സങ്കരൻകുട്ടി, വരന്തരപ്പള്ളി, പടിഞ്ഞാട്ടുമുറി, കരയാമ്പാടം ഭാഗത്ത് കർഷകനാണ്. പക്ഷേ ഇപ്പോൾ കൃഷിക്ക് ഉണക്കത്തിലായി തുടങ്ങി. കാരണം വെച്ചാൽ വെള്ളം കിട്ടാണ്ട് ചിറ കെട്ടാത്തത് കൊണ്ട് തോട്ട് പോകാൻ ചിറ. അത് കാരണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് തീരെ വെള്ളമില്ല, ആ കട്ട കൊണ്ട് കിടക്കുകയാണ്. ഉണക്കത്തിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഇനിയിപ്പോൾ 10-20 ദിവസം കൂടി വേണം വെള്ളത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴും വെള്ളമില്ല. വെള്ളം അടിക്കാൻ ഇറിഗേഷൻ ചില ദിവസങ്ങളിൽ കുറച്ച് നേരം അടിക്കും പൊക്കപ്പുറം. അത് ആ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ കിട്ടണുള്ളൂ. ഈ താഴത്തെ ഭാഗം കിട്ടണില്ലേ. അത് കാരണം ഉണക്കത്തിൻ്റെ ഒരു പ്രശ്നത്തിലാണ് നെൽകൃഷി കാണുന്നത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലമാണ് നമ്മുടെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കരയാമ്പാടം കർഷക സമിതി. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരു മോട്ടോർ ഷെഡ് നിൽക്കുന്നുണ്ട്. അത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയാണ്. നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് കണപ്പുഴയിലൂടെ ഒഴുകി പോകുന്ന വെള്ളം, അതായത് നമ്മൾ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ആദ്യം തടയണ കെട്ടി ഇവിടെ നിർത്തുകയും ഏകദേശം 6 അടിയോളം വെള്ളം ഉയർന്നു നിൽക്കുന്നതനുസരിച്ചിട്ടാണ് ഇവിടെ കർഷകരുടെ ജീവിത പ്രശ്നമായ കുടിവെള്ളവും അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായ വെള്ളവും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ വർഷം ഇതുവരെയായിട്ട് ഫെബ്രുവരി അവസാനമായിട്ട് പോലും ഈ ചിറകെട്ടേണ്ട യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കുറേ മണൽച്ചാക്ക് കുറച്ചു കാലം മുൻപൂടെ കൊണ്ടുവച്ചതല്ലാണ്ട് വേറൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ കർഷകർക്ക് ഇപ്പോൾ കുടിവെള്ളം അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായ ജലസ്രോതസ്സിന് ആവശ്യമായ ഇറിഗേഷൻ പദ്ധതികളൊന്നും നടപ്പാവാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ കർഷകർക്ക് വളരെ ആശങ്കയിലാണ്. അപ്പോൾ ഉടൻ തന്നെ അധികാരികൾ ഇടപെട്ട് ഈ ചിറകെട്ടിക്കൊണ്ട് ഇവിടെ വെള്ളം നിർത്തി കർഷകർക്ക് ആവശ്യമായ കൃഷിക്ക് ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്നും അതോടൊപ്പം തന്നെ ഒരുപാട് ജനം ഒഴുകി ചിമ്മിനി ഡാമൊക്കെയും വളരെ വെള്ളം കുറയുന്ന ഒരവസ്ഥയിലാണ്. ഈ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ കുറുമാലിപ്പുഴയിലുള്ള എല്ലാ കുടിവെള്ള പദ്ധതിയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളൊക്കെയും. ഈ ആശങ്കകളും ഞങ്ങൾ അധികാരികളെ അറിയിക്കുകയാണ്. എന്തെങ്കിലും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തന്നെ ഇതിന് ശാശ്വത പരിഹാരമായി ഈ പുഴയിലൂടെ ഒരു ഏകദേശം 5 തടയണകളാണ്, താൽക്കാലിക തടയണകളാണ് നമ്മുടെ ഈ പുഴയിലുള്ളത്. ആ താൽക്കാലിക തടയണകൾ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കുള്ള കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ ജലം എത്തിച്ചു നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് കെട്ടേണ്ട ഒരു തോട്ടുമുഖം ചിറയാണ് ഇന്ന് പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും തീരുമാനത്തിലുള്ള എല്ലാ അനീതികളെയും അവലംബിച്ചുകൊണ്ട് കെട്ടാതെ കിടക്കുന്നത്. ഇവിടെ 100 ചില്ലാനം കർഷകർ ഉള്ള ഒരു സമിതിയുണ്ട്. ആ സമിതിക്ക് നെല്ലിനായാലും പച്ചക്കറിക്കായാലും കുടിവെള്ളത്തിനായാലും മുഴുവൻ വെള്ളം കിട്ടാവുന്ന ഒരു ചിറയാണ് ഇപ്പോൾ ഇതുവരെ കെട്ടാണ്ട് വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി ജനങ്ങളിലേക്ക് എത്താതെ കിടക്കുന്ന ഒരു പുഴയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പച്ചക്കറിയായും നെല്ലായും കുടിവെള്ളമായും വാഴക്കൃഷിയായും 120ഓളം കർഷകർ സമിതിയിൽ അംഗങ്ങളുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ ഒരു വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് വളരെ പ്രധാനമാണ്. കുറുമാലിപ്പുഴയിലെ 4ഓളം ചിറകൾ അത് കെട്ടിയാൽ മാത്രമാണ് തടയണകൾ, താൽക്കാലിക തടയണകൾ കെട്ടിയാൽ മാത്രമാണ് ഈ 2 പഞ്ചായത്തുകളും ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികൾ നമുക്ക് പമ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അനാസ്ഥ മൂലം ഈ 2 പഞ്ചായത്തുകളിലെയും മുഴുവൻ ജനങ്ങളും കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക്, ഭീകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയ്ക്ക് ഞാനും ഞങ്ങളുടെ 6 പഞ്ചായത്ത് മെമ്പർമാരും ശക്തമായ പ്രതിഷേധം അറിയിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു വക നടപടികളും ഇത് വേഗത്തിലാക്കാനുള്ള ഒരു നടപടികളും ചെയ്യാത്തതിൻ്റെ ഭാഗമായി ഇന്നലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധവും മാർച്ചൊക്കെ നടക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചിറ നിർമ്മാണം സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിലൊക്കെ ഏകദേശം ഡിസംബർ മാസം അവസാനം
അല്ലെങ്കിൽ ഏറ്റവും കൂടി വന്നാൽ ജനുവരി പകുതിയെങ്കിലും ആവുന്ന സമയത്ത് ഈ ചിറകളുടെ നിർമ്മാണം പൂർത്തിയാകുകയും നമുക്ക് ഇവിടെ ചിറകെട്ടി വെള്ളം നിർത്തി നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സായ ഈ കുറുമ്പാലിപ്പുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് നമ്മളുടെ കുടിവെള്ള സംവിധാനം നടത്താനുള്ള കാര്യങ്ങളൊക്കെയാണ് നടത്താറ്. ഈ ചിറ നിർമ്മാണം നിലച്ചത് മൂലം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്നും വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് വലിയൊരു അനാസ്ഥയാണ്. ഇനിയും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തോട്ടുമുഖം ചിറയുടെ മുഖ്യ ഗുണഭോക്താവ് ഞങ്ങൾ കരയാമ്പാടം കർഷക സമിതിയാണ്. ഏകദേശം 100 ഏക്കറോളം നെൽപ്പാടങ്ങളാണ് ഇവിടെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പകുതി 50 ഏക്കറോളം കൊയ്ത്ത് കഴിഞ്ഞു. പച്ചക്കറിക്ക് വേണ്ടിയിട്ട് തടം എടുത്തിട്ട് പല ആൾക്കാരും വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ മാറ്റി പയറ് വിതച്ചും എള്ളു വിതച്ചും മാറ്റിയിരിക്കുകയാണ്. ഏകദേശം ഒരു 50 ഏക്കറോളം സ്ഥലം ഇപ്പോൾ ഇങ്ങനെ നെല്ല് കതിര് വന്ന് നിരന്ന് നിൽക്കുകയാണ്. അതിന് വെള്ളം ഇപ്പോൾ ഇല്ലാത്ത മൂലം അതൊരു ഉണങ്ങി അതൊരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്തായിട്ടും അവിടുത്തെ ഭരണകൂടമായിട്ട് കെട്ടി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് ചിറ കെട്ടി നിങ്ങൾക്ക് വെള്ളം സൗകര്യമായി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതവരൊന്നും ഉറപ്പ് തന്നിരുന്നു. പക്ഷേ ഇതവരൊന്നും നമുക്ക് ജലസേചനത്തിനുള്ള ചെറിയ ഒരു മറ്റേ ഐക്രൂന്ന് ഇറിഗേഷൻ്റെ വെള്ളം ലഭ്യമായിട്ടുണ്ടെങ്കിലും സുലഭമായിട്ടുള്ള ഈ കൃഷി ഉണങ്ങാത്ത രീതിയിലുള്ള ജലസേചനമൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ കർഷകർക്ക് ഇതുകൊണ്ട് ഭയങ്കര ദുഃഖത്തിലാണ്, അവർ ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഒരു മാസം കഴിഞ്ഞ് വിളവെടുക്കേണ്ട നെല്ല് മുഴുവനും ഇപ്പോൾ ഒരു ഉണക്ക ഭീഷണി അല്ലെങ്കിൽ ഒരു നാശത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും, നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഭരണകൂടത്തിനോടും ഇവിടുത്തെ പ്രാദേശിക നേതാക്കളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് കരയാമ്പാടം കർഷക സമിതിയുടെ ഈ 100 ഏക്കർ വരുന്ന പാടശേഖരത്തിലേക്ക് എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കാനാണ്. വരന്തരപ്പള്ളി എന്ന നമ്മുടെ ഈ കൊച്ചു ഗ്രാമം നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കർഷകർ നെൽകൃഷി ആയിക്കോട്ടെ അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയായിട്ട് ഏറ്റവും കൂടുതൽ കർഷകരുള്ളൊരു മേഖലയാണ്. ഈ മേഖലയിൽ ഇപ്പോൾ 3 മാസക്കാലത്തോളമായിട്ട് വെള്ളം ലഭിക്കാതെ അവരുടെ കൃഷിയിടങ്ങൾ നശിക്കുകയും ഒരുപാട് പച്ചക്കറികൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ തമിഴ്നാടിനെ ആശ്രയിക്കുന്നു, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്നു. നമ്മുടെ നാട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്കറിയാം, നമ്മൾ പത്രങ്ങൾ മാധ്യമങ്ങളിലും മറ്റും എപ്പോഴും കാണുന്നു കർഷകർക്കൊപ്പം ഗവൺമെൻറ് എന്നുള്ളൊരു പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സാഹചര്യങ്ങൾ നനയ്ക്കാനുള്ളൊരു വെള്ളം പോലും കൊടുക്കാൻ സാധിക്കാതെ നമ്മുടെ ഗവൺമെൻറ് ഇത്രയധികം കാലം അവർ ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ. എന്നും അവർ രാവിലെ പഞ്ചായത്തിലും മറ്റും വന്ന് ഞങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് വെള്ളം വിട്ടു തരാനുള്ള ചിറയ കെട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാതെ നമ്മൾ അധികാരികളുടെ മുന്നിൽ ചെല്ലുമ്പോഴും അവർ പറയും കോൾപ്പാടത്തേക്ക് വെള്ളം വിടണം, അങ്ങോട്ട് വിടണം. പക്ഷെ നമ്മുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ കർഷകരെ രക്ഷിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുവാനും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ചിറ കെട്ടിക്കൊണ്ട് അവർക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാനുമുള്ള ഒരു സംവിധാനം നമ്മുടെ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ അപേക്ഷ കൂടിയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.